ഞാൻ ഇന്നൊരു 5-8 ശംഖുപുഷ്പം പരിക്കുന്നു. അത് എന്തിയെന്ന് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് ഇങ്ങോട്ട് നല്ലോണം മഴ വന്നുകൊണ്ട് ശംഖുപുഷ്പം ഇങ്ങനെ വെള്ളത്തിൽ ഇതായി പോയിട്ടുണ്ട്. വെള്ളം കൊണ്ടിട്ട് അധികം പൊതിർന്നിട്ടില്ല, കുറച്ച് ഇതായതേ ഇല്ല. ഇത് നല്ല വേനൽക്കാലത്ത് പരിക്കണം. ആവശ്യത്തിന് വേണ്ടുന്ന ശംഖുപുഷ്പം കിട്ടി. എന്താ ഇവിടെയെല്ലാം ഉണ്ട്. ഇത് വെള്ളത്തിൽ പാങ്ങില് കഴുകണം. അതിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല ഇപ്പൊ. ഇനി നീല മാത്രം എടുക്കണം, വെള്ളമെല്ലാം കളഞ്ഞിട്ട്. ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് ഇനി ചൂടുവെള്ളത്തിലിടണം. വെള്ളം പാങ്ങിൽ തിളച്ചു വലത്തേക്ക് ഇട്ട് വെക്കണം. എന്നിട്ടപ്പം തന്നെ പാങ്ങുകയും ചെയ്യണം. ഇത് ഞാൻ ഇന്നലെ അരി ഇന്നും വെള്ളത്തിലിട്ടിട്ട് ഇന്ന് കറിഞ്ഞിട്ട് മുന്തമുന്താക്കിയിട്ട് വെച്ചത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചോന്ന ഇഡ്ഡലി ഉണ്ടാക്കാറിഞ്ഞിട്ടില്ലത്. അത് ബീട്രൂട്ട് കടയും തന്നെ കൂട്ടല്. ഞാൻ ഇന്ന് വേവിച്ചിട്ട് അതിന്റെ വെള്ളം പോയിക്കുന്നത്. ഇത് കുറച്ച് ഉപ്പിന്റെ വെള്ളം പോരണം. ഇത് തന്നെ ചോന്ന ഇഡ്ഡലി തീമാക്കുന്നേ. ചോന്ന ഇഡ്ഡലി വേകുമ്പോൾക്ക് നീല ചമ്മന്തി ഉണ്ടാക്കാറിഞ്ഞിട്ട് ഞാൻ ചേരുവയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നീല ശംഖുപുഷ്പം വേവിച്ച വെള്ളം, ഉപ്പിന്റെ പൊടി, പച്ചമുളക് 3 വാളംപുളി, ഇഞ്ചി മുറിച്ചത്, തേങ്ങ, ഇതെല്ലാം കൂടി ഞാൻ അരക്കുന്നു. ഞാൻ ഇന്ന് കട്ടക്കല്ലിൽ അരച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചോന്ന ഇഡ്ഡലി എന്തായി നോക്കാലോ. തുറക്കുന്നു. ഓറഞ്ച് ഇഡ്ഡലി റെഡി ആകുന്നുണ്ട്. ചോപ്പ് നല്ലോണം ആയെങ്കിൽ തിന്നാൻ കയ്യിലറിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓറഞ്ച് ആക്കിയത്. ചമ്മന്തിക്ക് ആദ്യം തേങ്ങ ഇടണം. കല്ലെല്ലാം പാല് വെച്ചു. എന്നിട്ട് ഇഞ്ചിയും സാധനം ഞാൻ പാങ്ങിൽ കടിയുന്നു. വീട്ടിലേക്ക് കടിയുമ്പോ ഞാൻ ഒറ്റക്കേ ഉണ്ടായിന്. അങ്ങനെ വീഡിയോ എടുക്കാൻ ആളില്ലാഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചിട്ടേ ഇല്ല. അങ്ങനെ ചമ്മന്തിക്ക് കടയുമ്പോ കാണിക്കുന്നേ. കല്ലിൽ കടിഞ്ഞാലേ പാങ്ങുണ്ടായിരുന്നു. എന്തായാലും സമയം കിട്ടാഞ്ഞിട്ട് കടിയാതെ. എലി ഉപ്പും പുളിയും ഇടുന്നു ഞാനില്. ഇത് പുളി, ഇത് പാകത്തിന് ഉപ്പ്. ഇനി ശംഖുപുഷ്പത്തിന്റെ വെള്ളം ഒഴിക്കുന്നു. ഇതാ നീല നിറായിട്ടുണ്ട്. ഇന്നത്തെ ബീട്രൂട്ടിന്റെ ഇഡ്ഡലിയും ശംഖുപുഷ്പത്തിന്റെ ചമ്മന്തിയും റെഡിയായി. ഞാൻ പാങ്ങുണ്ടോക്കട്ടെ. ഇഡ്ഡലി നല്ലവണ്ണം കളർ കൂട്ടാതെ കൊണ്ട് ഓറഞ്ച് ആയത്. അതിന് ഞാൻ ചമ്മന്തിയിൽ മുക്കിയിട്ട് തിന്നിട്ട് ഇതൊരു ശംഖുപുഷ്പം വെച്ചിന്. ഞാൻ അധികം ശംഖുപുഷ്പം കൂട്ടിയിട്ടില്ല, അതും കളർ അധികമാവും. നല്ല പാങ്ങായിന് ഇഡ്ഡലിയും പാങ്ങായിന്, നല്ല ശംഖുപുഷ്പത്തിന്റെ ചമ്മന്തിയും പാങ്ങായിന്. നിങ്ങൾ ശംഖുപുഷ്പത്തിന്റെ ചമ്മന്തി കണ്ടിട്ടുണ്ടായില്ലേ? ഞങ്ങൾ ഇടക്കിടക്ക് ആക്കലുണ്ട്. ഇന്നതിൽ പൂവും വെച്ച് നിങ്ങൾക്ക് പാങ്ങല് മനസ്സിലാക്കട്ട് പറഞ്ഞിട്ട്. നിങ്ങൾ ഇതുപോലെ ശംഖുപുഷ്പം കിട്ടിയെങ്കിൽ ചമ്മന്തി ആക്കണം, ഇഡ്ഡലി ആക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.